നമസ്കാരം കേരള. സോ ഇത് നമ്മുടെ വേൾഡ് മ്യൂസിക് ഡേ ആണ്, അതുപോലെ തന്നെ വേൾഡ് യോഗ ഡേയും കൂടിയാണ്. സോ നമുക്കിതൊരു സർപ്രൈസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ആലുവ മെട്രോ സ്റ്റേഷനിൽ. എന്താണെന്നല്ലേ, നമ്മുടെ സ്റ്റാർസിങ്ങിലെ പെർഫോമേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ഒരു മ്യൂസിക് ജേർണി ആയിട്ട് നമ്മുടെ മെട്രോ സ്റ്റേഷനിൽ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 hour ഒക്കെ അവരിവിടെ ഉണ്ടാവും. ഒരു ഗിഫ്റ്റ് പോലെ തന്നെയാണ് നമുക്ക് ഇന്ന് വേൾഡ് മ്യൂസിക് ഡേ ആയിട്ട് അവരുടെ പെർഫോമൻസ് നമുക്ക് ലൈവായിട്ട് തരുന്നത്. സോ നമുക്കതിലേക്ക് ജോയിൻ ചെയ്യാം. Thank you all the very best എല്ലാവർക്കും. നല്ലപോലെ പാടുക, എല്ലാത്തിനും വിൻ ചെയ്യട്ടെ. Please stand away from the door. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വേൾഡ് മ്യൂസിക് ഡേ. പാറി പറക്കുന്ന പൊന്മയിൽ വാഹനോ, മാർഗഴി തിങ്കളോ ജ്ഞാനപ്പഴമോ, വരിക വരിക വടിവേല ഹരഹരോ ഹരഹര ഹരഹരോ. ചെണ്ടമൃതംഗം മേലെ കാവിലെ നാട്ടുകളരി കച്ചവറിക്കണ വാൽപ്പയച്ചടി മൂഴിക്കടകൻ ചാടി കോമരങ്ങൾ കുടിയുടെ പഞ്ചവാദ്യ കുടിയുടെ
ിൽ ഇതുവഴിയെ പോരും തെന്നലേ കാണാത്തമ്പുരും തഴുകുമൊരു താരാര ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ കിനാവുമാ വരൂ വരൂ മായാമഞ്ചലിൽ ഇതുവഴി പോരും തെന്നലേ. ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാണ്. സോ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും സംഗീതം വേൾഡ് മ്യൂസിക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാണ്. സോ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നൊന്നുമില്ല. എന്നും നമ്മൾ പാട്ട് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിനെ പ്രത്യേക ഒരു ദിവസമായിട്ട് കാണുന്ന നമ്മളത് ആഘോഷിക്കാനുള്ളൊരു ദിവസം അത്രേ ഉള്ളൂ. അതിന് കൂടുതൽ എനിക്കൊന്നും പറയാനൊന്നുമില്ല. പുതിയൊരു സ്റ്റാർ സിംഗറിലെ ഒരു ലൈഫിനെ പറ്റി എന്താണ് പറയാനുള്ളത്? സ്റ്റാർ സിംഗർ അങ്ങനെ ലൈഫ് എന്ന് പറയുമ്പോൾ സാധാരണ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ആളുകൾ തിരിച്ചറിയുന്നു, നമ്മുടെ പാട്ടുകൾ കുറച്ച് കൂടുതൽ പേര് കേൾക്കുന്നു, അതുകൊണ്ട് തന്നെ ഒരുപാട് അഭിപ്രായങ്ങളും കിട്ടുന്നു, ഒരുപാട് പേരെ സ്നേഹം അറിയുന്നു. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അത് തന്നെ അത്രേ ഉള്ളൂ വ്യത്യാസം. അതെ അതെ അതെ. റീലോഞ്ച് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എവിടെ നിർത്തിയോ അതിനെയൊക്കെ നന്നായി പെർഫോം ചെയ്യാനും പാടാനും കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് എല്ലാവരും കയറാൻ പോകുന്നത്. അങ്ങനെയില്ല, അറിയില്ല, ആണെന്ന് തോന്നുന്നു. സന്തോഷം. ആരാധകരോട് എന്നല്ല, എൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്നതിൽ ഒരുപാട് സന്തോഷം. അതേ ഉള്ളൂ, ഭയങ്കര സന്തോഷം. പാട്ട് ഇഷ്ടപ്പെടുന്നതിലും നമ്മൾ ഇഷ്ടപ്പെടുന്നതിലൊക്കെ കുറേ സന്തോഷം. ആക്ച്വലി നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ സ്റ്റാർ സിംഗർ സീസൺ 9 റീലോഞ്ച് വരുന്നുണ്ട് ജൂൺ 23 അപ്പോൾ വിദ്യാസാഗറൊക്കെ വന്നിട്ട് ആണ് സ്പെഷ്യൽ ഗസ്റ്റായിട്ട്. അതുപോലെ കുഞ്ചാക്കോ ബോബൻ, പാർവതി ഒക്കെ വരുന്നുണ്ട് അവരുടെ സിനിമകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട്. പിന്നെ എന്താ, വേൾഡ് മ്യൂസിക് ഡേ നമ്മളെല്ലാവരും ഇന്ന് പറയുമായിരുന്നു. ഇത് എല്ലാ ദിവസവും നമുക്ക് മ്യൂസിഷ്യൻസിന് ഇന്നും വേൾഡ് മ്യൂസിക് ഡേ ആണ്. അപ്പോൾ ഇന്ന് അത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമായിട്ട്, പിന്നെ ലിസണേഴ്സിനും ഞങ്ങളുടെ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. കീപ് സപ്പോർട്ടിങ് അസ്. പിന്നെ ഇന്ന് മെട്രോ റെയിലിൻ്റെ 7th ഇയർ ആനിവേഴ്സറിയും കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് തന്നെ എല്ലാവരും ഭയങ്കര ബിസി ആയിട്ടുള്ള അവരുടെ ഷെഡ്യൂളിൽ നിന്ന് മെട്രോയിലേക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ അവരുടെ എന്താ പറയുക, സ്റ്റാർട്ട് ഓഫ് ദ ഡേയിൽ നമ്മളൊരു ചെറിയൊരു ആശ്വാസമാകാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നല്ലൊരു ഹാപ്പി വേൾഡ് മ്യൂസിക് ഡേ എല്ലാവർക്കും ആശംസിക്കുന്നു. ഇല്ല, ഞങ്ങളിങ്ങനെ ജാമിങ് സെഷനൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അത് ഭയങ്കര നല്ല അനുഭവമായിരുന്നു. ഒന്ന്, നമ്മളെ ആൾക്കാർ ഭയങ്കരമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. പുറത്ത് പോകുമ്പോഴൊക്കെ ആൾക്കാർ വരുന്നു, സെൽഫി എടുക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അങ്ങനെ കാണുമ്പോൾ നമ്മളുടെ കലയും നമ്മളെ ആസ് എൻ ആർട്ടിസ്റ്റൊക്കെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ അവരിങ്ങനെ ഓരോരുത്തരും ഭയങ്കര നമ്മൾ വിചാരിച്ചതിനേക്കാളും സ്നേഹം, അതായത് ഓരോ വീട്ടിലുള്ള ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന പോലെയൊക്കെ നമ്മളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. അതൊക്കെ ഒരുപാട് സന്തോഷം. ഒരുപാട് നന്ദി ഇതുവരെ സപ്പോർട്ട് ചെയ്തതിൽ. ഇനിയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങൾ പുതിയ പുതിയ പാട്ടുകളും പിന്നെ ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള റൗണ്ട്സൊക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് 3 മാസത്തെ ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എല്ലാവരും ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ സൂപ്പർ എക്സൈറ്റഡ് ആണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ജാമിങ് സെഷൻ ഇപ്പോൾ നന്ദ പറഞ്ഞ പോലെ ഞാനും ചെയ്തിട്ടില്ല. മെട്രോൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ജാമിങ് സെഷൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ അപ്പോൾ കാണുന്നവരോട് പറയാനുള്ളത്, സ്റ്റാർ സിംഗർ നമ്മൾ റീലോഞ്ച് ചെയ്യുകയാണ്. 23rd തൊട്ടിട്ട് നമ്മളെ റീടെലികാസ്റ്റ് തുടങ്ങുവാണ്.
അപ്പോൾ എല്ലാവരും കാണുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എല്ലാവരുടെ പാട്ടും കേൾക്കുക, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വൈൽഡ് കാർഡ് ചലഞ്ചൊക്കെ ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ലൊരു അടിപൊളി എപ്പിസോഡൊക്കെയാണ് വരുന്നത്. വിദ്യാജിയൊക്കെ വരുന്നുണ്ട്, വിദ്യാസാഗർ സാറിനൊക്കെ നേരിട്ട് കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് ഞങ്ങളുള്ളത്. അപ്പോൾ ടെലികാസ്റ്റ് കാണാൻ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും എക്സൈറ്റഡ് ആണ്. അപ്പോൾ എല്ലാവരും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു വേൾഡ് മ്യൂസിക് ഡേ സ്റ്റാർ സിംഗറിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയത്. പിന്നെ 23-ാം തീയതി നമ്മുടെ റീലോഞ്ച് എപ്പിസോഡാണ്. എക്സൈറ്റഡ് ആണ്. നമ്മൾ ഷോ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരുപാട് സന്തോഷം. സ്റ്റാർ സിംഗറിൽ വന്നതിന് ശേഷം കുറേ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി. നമ്മൾ പണ്ടത്തേനേക്കാളും എപ്പോഴും കുറേ ഇപ്പോൾ ഏഷ്യാനെറ്റ് എന്ന് പറയുമ്പോൾ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ചാനലിൻ്റെ ഭാഗമായിട്ട് കുറേ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി എന്തായാലും. പിന്നെ നമ്മുടെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റി. അടിപൊളി ഗ്രൂമിങ് സെഷനാണ് സ്റ്റാർ സിംഗറിന്. അപ്പോൾ അത് കാരണം നമുക്ക് കുറേ ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ശരിക്കും കൂടുതൽ എല്ലാവർക്കും, അതായത് ഇപ്പോൾ നമ്മൾ മുന്നേ ഉണ്ടായിരുന്നതിനേക്കാളും ആളുകൾ കുറേ തിരിച്ചറിയാനൊക്കെ തുടങ്ങി. അപ്പോൾ ക്ലാസ്സിലൊക്കെ എന്തായാലും ഒരുപാട് സപ്പോർട്ടാണ്. കോളേജിലാണെങ്കിലും നാട്ടിലാണെങ്കിലും അടിപൊളിയാണ്. പാട്ട് ശ്രദ്ധിക്കുന്നത് ശ്രീരാജ് തന്നെയാണ്. അങ്ങനെ അങ്ങനെയല്ല, എല്ലാവരും നോക്കാറുണ്ട് പാട്ട്. എന്താണ് പ്രേക്ഷകരോട് ഒരുപാട് സന്തോഷം. കാരണം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തന്നെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടും നമ്മളെ ഷോ റീസ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ കൂടെ ഉണ്ടാവും. ആയിട്ടാണ് മെട്രോയിൽ കയറുന്നത്. അപ്പോൾ അത് എൻ്റെ സ്റ്റാർ സിംഗർ ഫാമിലീൻ്റെ കൂടെ ആയതുകൊണ്ട് ഒരുപാട് സന്തോഷം. എന്താ മ്യൂസിക് റീലോഞ്ചിങ്ങിനും ഒരുപാട് എക്സൈറ്റഡ് ആണ്. എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും ഒരു ഗ്യാപ്പിന് ശേഷം വരാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. അതെല്ലാം നമുക്ക് അടിപൊളിയാക്കുന്നതാണ് പ്രതീക്ഷ. ഇവിടുത്തെ അടിപൊളിയായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. താങ്ക് യു. ആക്ച്വലി ഞാൻ സ്റ്റാർ സിംഗർ ഫാമിലിയിൽ പെട്ട ഒരാളല്ല. പക്ഷേ മിഥുൻ എൻ്റെ ഫ്രണ്ട് ആയിരുന്നുകൊണ്ട് മിഥുൻ എന്നെ ഗിറ്റാർ വായിക്കാൻ വിളിക്കുന്നതായിരുന്നു. പക്ഷേ ഭയങ്കര സന്തോഷം ഇങ്ങനൊരു വേൾഡ് മ്യൂസിക് ഡേയിൽ ഇങ്ങനെ ഇതിൻ്റെ ഒരു ഭാഗമാവാനും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും. പിന്നെ എസ്പെഷ്യലി മെട്രോയിൽ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ദാറ്റ് വാസ് അടിപൊളി, നല്ലതായിരുന്നു. എന്തായാലും എല്ലാവർക്കും ഹാപ്പി വേൾഡ് മ്യൂസിക് ഡേ. താങ്ക് യു സോ മച്ച്. ഭയങ്കര സന്തോഷമാണ്. ഇതും പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളെപ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത് ഇങ്ങനെ സ്ട്രീറ്റ് ബസ്കിംഗ് എന്നൊക്കെ പറയണ നമുക്ക് അധികം പരിചയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതും ഇവിടുന്ന് ചെയ്യാൻ പറ്റി, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയുടെ കൂടെ, സ്റ്റാർ സിംഗർ ഫാമിലിയുടെ കൂടെ ചെയ്യാൻ പറ്റി എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷം, ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അഗെയിൻ ഞങ്ങൾ പിന്നെയും തിരിച്ചു വരാണ്, റീലോഞ്ചാണ്. അപ്പോൾ എല്ലാവരും കാണണം, ഇതുപോലെ തന്നെ എല്ലാവരും കൂടെ ഉണ്ടാവണം. പിന്നെന്താ അത് തന്നെ ഹാപ്പി വേൾഡ് മ്യൂസിക് ഡേ. സ്റ്റാർ സിംഗർ ഇത് ഭയങ്കര രസമാണ്. അതായത് ഈ ഓരോ ആൾക്കാരുടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയില്ലേ, അത് തുടങ്ങിയ സമയത്തുള്ള പാട്ടും അത് ഓരോരുത്തരുടെയും ആ ചേഞ്ച് കാണുക തന്നെ അത് ഭയങ്കര ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ആസ് എ ടീച്ചർ ആ വളർച്ച കാണുന്നതും ആ ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നതും ഒക്കെയാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അപ്പോൾ അത് സ്റ്റാർ സിംഗറിൽ കൂടെ കാണാൻ പറ്റുമ്പോഴത്തേക്കും അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കാണുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അത് തന്നെ ഭയങ്കര മനസ്സെന്നറിയണത്. സോ ഇന്ന് വേൾഡ് മ്യൂസിക് ഡേ ആണ്. സോ നമ്മുടെ സ്റ്റാർ സിംഗേഴ്സിൻ്റെ പെർഫോമൻസ് നമ്മുടെ കൊച്ചി മെട്രോയിൽ നമുക്കൊരു അടിപൊളി സർപ്രൈസ് തന്നെയാണ് നമുക്ക് തന്നത്. സോ എല്ലാവർക്കും നല്ലൊരു കൺഗ്രാജുലേഷൻസ് പറഞ്ഞുകൊണ്ട് ഹാപ്പി വേൾഡ് മ്യൂസിക് ഡേ.